Loose. Okay. Free. Loose. Okay. Max. Okay. Okay. Now. Carry down. ഈ കേസ് ഡിസ്ക് ബൾജാണ്. സ്പേസ് റിഡക്ഷൻ വന്നിട്ടാണ് ഡിസ്ക് ബൾജ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ സാധാരണ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഡയഗ്നോസിങ് എടുത്തിട്ട് MRI എല്ലാം എടുത്ത് MRIയിൽ ഈ കേസിൽ MRIയിൽ ഡിസ്ക് ബൾജ് കാണിക്കുന്നുണ്ട്, ഒരു മൈൽഡ് ഡീജനറേഷൻ കേസ് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന ഡിസ്ക് ബൾജിൻ്റെ കേസുകളിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്ന ഇപ്പോൾ കൈറോപ്രാക്റ്റിക് മാനിപ്പുലേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള മർമ്മ മാനിപ്പുലേറ്റീവ് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇൻ്റർവെർട്ടബിൾ ഡിസ്കിലെ പ്രഷർ റിലീസ് ചെയ്യാം, അനുബന്ധമായിട്ടുള്ള മെഡിസിൻസ് കൊടുക്കുക, ഫർദർ ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ ഫോളോ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോയിൽ തന്നെയുള്ള ട്രീറ്റ്മെൻറ്റ് അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, വ്യത്യസ്തമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ ഇപ്പോൾ നമ്മളിപ്പോൾ കൈറോപ്രാക്റ്റിക് മാനിപ്പുലേഷൻസ് ആണ് വീഡിയോയിൽ കൊടുക്കുന്നതെങ്കിലും അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും ഇതിൻ്റെ അപ്പുറം പുറമെ ഇപ്പോൾ മെഡിസിനൽ ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ഇപ്പോൾ മരുന്ന് കൊടുക്കുന്നുണ്ട്, ഇൻറ്റേർണലി മരുന്ന് കൊടുക്കേണ്ട കേസാണ്, മരുന്ന് കൊടുക്കണം. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഒരു പ്രത്യേക പ്രോപ്പറായിട്ടുള്ള ഒരു മെത്തഡോളജിയിലാണ് ട്രീറ്റ്മെൻറ്റ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ചില കേസുകളിൽ ചില ആൾക്കാരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും ഒന്ന് സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് സ്പൈനൽ കറക്ഷൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ നടുവേദന മാറും അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങളിലുള്ള വേദനകൾ മാറും എന്നൊക്കെയുള്ളൊരു തോട്ടുണ്ട്. അത് രോഗത്തിൻ്റെ വ്യാപ്തി അല്ലെങ്കിൽ രോഗത്തിൻ്റെ കാഠിന്യം അനുസരിച്ചാണ് ഏതൊരു ട്രീറ്റ്മെൻറ്റും ഉണ്ടാവുക. ഇപ്പോൾ സപ്പോസ് എക്സാമ്പിൾ പറയാം, നമ്മളിപ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അതായത് മുട്ടുകാലിന് വന്നിട്ടുള്ള തേയ്മാനം വന്ന കേസുകളിൽ നമ്മളിപ്പോൾ കൂടുതലും മാനിപ്പുലേഷൻസ് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ മുട്ടുവേദന മാറി നിങ്ങൾക്ക് ഓടിച്ചാടി നടക്കാൻ പറ്റും, അങ്ങനെയൊന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പറയാറ്: ഏജ് ആൻഡ് ഡെത്ത്, അതായത് മരണത്തിനും പ്രായത്തിനും നമ്മൾക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. വാർദ്ധക്യം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ പിടിച്ചു നിർത്താൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുപോലെ തന്നെയാണ് മരണവും. ഈ വാർദ്ധക്യത്തിലേക്ക് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന പല രോഗങ്ങളുണ്ടാകും. അതിൽപ്പെട്ട ചില രോഗങ്ങളാണ് ഈ സന്ധികൾക്കുണ്ടാകുന്ന തേയ്മാനം, അതുപോലെ തന്നെ ജോയിൻറ്റുകൾക്കുണ്ടാകുന്ന ഈ ഫ്ലൂയിഡിൻ്റെ ഡെഫിഷ്യൻസി ഒക്കെ പോലെയുള്ള പ്രശ്നങ്ങൾ, അനുബന്ധമായിട്ടുള്ള പല വിഷയങ്ങളും ഉണ്ടാകാറുണ്ട് ഈ പ്രായം കൂടുന്നതുമായി ബന്ധപ്പെട്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് ഒരു പക്ഷേ പരിപൂർണമായിട്ടുള്ളൊരു മുക്തി ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ രോഗത്തിന് നിങ്ങൾക്ക് ശാന്തി തേടി പോവുക, അല്ലാതെ പരിപൂർണമായിട്ടുള്ള മുക്തി തേടിയല്ല പോകേണ്ടത്. അങ്ങനെ ഇപ്പം മുട്ടുകൾക്ക് ഈ സന്ധികൾക്ക് ഉണ്ടാകുന്ന തേയ്മാനത്തിൻ്റെ 4ാമത്തെ അവസ്ഥ കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 5ാമത്തെ അവസ്ഥ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പരിപൂർണമായിട്ടുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾ പെയിൻ റിലീഫ് അതിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഏജ് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ബോഡിയിൽ ഉണ്ടാകുന്ന ഡീജനറേഷൻസ് അത് നിങ്ങൾക്ക് തടഞ്ഞു നിർത്താൻ ഒരു പരിധി വരെ സാധിക്കും, പക്ഷേ ഒരു പരിധി വരെ നിങ്ങൾക്ക് അതിന് പരിപൂർണമായിട്ട് മാറ്റാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള രോഗങ്ങളെ ഡയഗ്നോസ് ചെയ്തിട്ട് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ചികിത്സകളാണ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ രോഗം മാറും. അപ്പോൾ ചില കേസുകൾ ഉണ്ടാവില്ല, ചില രോഗങ്ങൾ പരിപൂർണമായിട്ട് നടുവേദനയാണെങ്കിലും പരിപൂർണമായിട്ട് മാറും, ചില രോഗങ്ങൾ പരിപൂർണമായിട്ട് മാറില്ല, ചില രോഗങ്ങൾ മാനേജബിൾ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങളൊരു വർക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ജോലി ചിലപ്പോൾ നിങ്ങളുടെ നടുവിൻ്റെ പ്രശ്നങ്ങൾക്ക് പറ്റിയിട്ടുള്ള ജോലി ആയിക്കോണമെന്നില്ല. ഹെവി വർക്ക്, വെയ്റ്റ് ലിഫ്റ്റിംഗ് ഒക്കെയുള്ള ജോലി സ്ഥിരമായി ചെയ്യുന്ന ആൾക്കാർക്ക് നട്ടിലിന് ഡീജനറേഷൻ വന്നിട്ട് ഡിസ്ക് ബൾജൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ജോബ് മാറുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ സൊല്യൂഷൻ. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലിമിറ്റ് ഉണ്ട്, അതൊരു പെയിൻ ബാരിയറിൻ്റെ ലിമിറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നിങ്ങൾ വർക്ക് എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ സൊല്യൂഷൻ. പിന്നെ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം എല്ലാ രോഗങ്ങളുടെയും ചികിത്സ ഒരുപോലെയല്ല. അതുപോലെ തന്നെ എല്ലാ രോഗങ്ങളുടെയും മാറ്റം ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉണ്ടായിട്ടുള്ള മാറ്റം ചിലപ്പം ഇതുപോലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കോണമെന്നില്ല. പക്ഷേ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന രോഗമായിരിക്കണമെന്നില്ല നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉണ്ടാകുന്നത്. അപ്പം രോഗങ്ങൾ എല്ലാ വ്യക്തികളിലും ഒരേ രീതിയിലാവണമെന്നില്ല പ്രതിഫലിക്കുന്നത്.